ഇപ്പോൾ നോക്കൂ, ഈ കേസിനകത്തും യഥാർത്ഥത്തിൽ ഗവൺമെന്റിനെതിരെയായിട്ടാണ് പോയതെങ്കിലും ഗവൺമെന്റിനുള്ള അംഗീകാരമാണ് ഈ വിധി നൽകിയിട്ടുള്ളത്. ഗുഡ് ഗവേണൻസ് ഇങ്ങനെയായിരിക്കണം. ആദ്യത്തെ ദിവസം തന്നെ പ്രതികരണത്തിന് വന്നപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നു, പ്രധാനമന്ത്രിയുടെ ഈ മെസ്സേജ് എല്ലാ ദിവസവും പലർക്കും കിട്ടുമ്പോൾ ഇതുവരെ പ്രതിപക്ഷത്തിന് ഒരു ആശങ്ക ഉണ്ടായിട്ടില്ലല്ലോ. പ്രതിപക്ഷത്തിന് ആശങ്ക ഇല്ലാതിരിക്കുന്നത് അവരുടെ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് BJPയെ പിന്തുണയ്ക്കുകയാണോ ചെയ്യുന്നത് എന്ന് അമ്മ തന്നെ ചോദിക്കുകയുണ്ടായി. ഇപ്പോൾ നോക്കൂ, ഇതിനകത്തും വ്യക്തത വന്നിരിക്കുന്നു. അപ്പോൾ തുടർച്ചയായി പ്രതിപക്ഷത്തിന് കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നു. നുണകൾ തുടർച്ചയായി പ്രചരിപ്പിക്കുക എന്നതായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം ഈ കേരളത്തിൽ പ്രതിപക്ഷം ശ്രമിച്ചത്. അതെല്ലാം തുറന്നു കാട്ടുന്ന വിധികളാണ് കോടതിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കോടതിയിൽ നിന്ന് ഇത്രയും അധികം തിരിച്ചടികൾ നേരിട്ട ഒരു പ്രതിപക്ഷം കേരളത്തിന്റെ ഇതേവരെയുള്ള ചരിത്രത്തിൽ ഉണ്ടായെന്ന് വരില്ല. എന്ന് മാത്രമല്ല, ഒരു കേസിൽ കോടതി തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് ഉള്ളത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ? പബ്ലിസിറ്റി ഇൻട്രസ്റ്റിന് വേണ്ടി കോടതിയിലേക്ക് പോവുക, വസ്തുതയുമായി ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ കോടതിയിൽ പെറ്റീഷനായോ റിട്ട് ഹർജിയായിട്ട് കൊടുത്ത് അതിനടിസ്ഥാനപ്പെടുത്തി ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ ശ്രമിക്കുക, ഇതാണ് തുടർച്ചയായി നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ AI ക്യാമറ വിവാദം, അതിനകത്ത് എത്രയോ ദിവസങ്ങൾ ആധികാരികമായി കണക്കുകളൊക്കെ വെച്ചപ്പോൾ ഞങ്ങൾ അന്നേ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശുദ്ധമായ അസംബന്ധമാണ്, വസ്തുതകളുമായി നിരക്കാത്ത കാര്യങ്ങളാണ് എന്ന് പറഞ്ഞെങ്കിലും AMCയും അന്നത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫയലിൽ തന്നെ ഉണ്ടായിരിക്കും. കോടതി അത് പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു. K-ഫോണിന്റെ കാര്യത്തിലും കോടതി തള്ളിക്കളഞ്ഞു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നോക്കൂ, നമ്മളുടെ കഴിഞ്ഞ ദിവസം നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിധി കിട്ടിയപ്പോഴേക്കും ഞാൻ പറഞ്ഞ കാര്യമാണ് പൂർണ്ണമായും കോടതി ശരിവെച്ചതെന്ന് ആധികാരികമെന്ന മട്ടിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പക്ഷെ ഹൈക്കോടതി അതിനകത്ത് ഉള്ള വിധിയെ സുപ്രീം കോടതിയും അതിലെന്താണ് കുഴപ്പം, ഏറ്റവും ശരിയായ നല്ല ഗവേണൻസ് അല്ലേ ജനങ്ങളുടെ അഭിപ്രായം തേടുന്നത് എന്ന് പറഞ്ഞു. ഇപ്പോൾ നോക്കൂ, ഈ കേസിനകത്തും യഥാർത്ഥത്തിൽ ഗവൺമെന്റിനെതിരെയായിട്ടാണ് പോയതെങ്കിലും ഗവൺമെന്റിനുള്ള അംഗീകാരമാണ് ഈ വിധി നൽകിയിട്ടുള്ളത്. ഗുഡ് ഗവേണൻസ് ഇങ്ങനെയായിരിക്കണം. ആദ്യത്തെ ദിവസം തന്നെ പ്രതികരണത്തിന് വന്നപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നു, പ്രധാനമന്ത്രിയുടെ ഈ മെസ്സേജ് എല്ലാ ദിവസവും പലർക്കും കിട്ടുമ്പോൾ ഇതുവരെ പ്രതിപക്ഷത്തിന് ഒരു ആശങ്ക ഉണ്ടായിട്ടില്ലല്ലോ. പ്രതിപക്ഷത്തിന് ആശങ്ക ഇല്ലാതിരിക്കുന്നത് അവരുടെ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് BJPയെ പിന്തുണയ്ക്കുകയാണോ ചെയ്യുന്നത് എന്ന് അമ്മ തന്നെ ചോദിക്കുകയുണ്ടായി. ഇപ്പോൾ നോക്കൂ, ഇതിനകത്തും വ്യക്തത വന്നിരിക്കുന്നു. അപ്പോൾ തുടർച്ചയായി പ്രതിപക്ഷത്തിന് കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നു. നുണകൾ തുടർച്ചയായി പ്രചരിപ്പിക്കുക എന്നതായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം ഈ കേരളത്തിൽ പ്രതിപക്ഷം ശ്രമിച്ചത്. അതെല്ലാം തുറന്നു കാട്ടുന്ന വിധികളാണ് കോടതിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ ഹൈക്കോടതി നിയമസഭയെ പറഞ്ഞല്ലോ. ഞങ്ങളുടെ നാട്ടിലൊരു വക്കീലുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേസൊക്കെ നോക്കുമ്പോൾ അപ്പീൽ പോകാൻ വിധി കിട്ടിയെന്ന് പറഞ്ഞ് കക്ഷികളുടെ നിന്ന് പണം വാങ്ങുന്ന ഒരു വക്കീലുണ്ടായിരുന്നു. ഏത് കേസ് തോറ്റാൽ അദ്ദേഹം പറയും, പേടിക്കണ്ട, അപ്പീൽ പോകാനുള്ള വിധി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സുപ്രീം കോടതി നമുക്ക് അപ്പീൽ പോകാം, കോടതിയാണല്ലോ പരിശോധിക്കുന്നത്. പക്ഷേ ഇതിൽ ഏതെങ്കിലും എന്തുകൊണ്ടാണ് ചെന്നിത്തല ഞാൻ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി സന്ദേശം അയക്കുന്നതിനെതിരെ കോടതിയിൽ പോകുമെന്ന് ഇതുവരെ പറയാതിരുന്നത്? അപ്പോൾ BJPയുടെ പ്രചരണം നന്നായി നടന്നോട്ടെ എന്നുള്ളതിന് പിന്തുണയ്ക്കുന്ന ചെന്നിത്തലയ്ക്ക് കേരളത്തിലെ ജനങ്ങൾ കാര്യങ്ങൾ അറിയുന്നതിൽ എന്താ ഇത്ര ഉൾക്കണ്ട? ഗവൺമെന്റ് എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചോ?